ഇത് ഏത് വിധത്തിലാണ് സമൂഹത്തിൽ നടപ്പിലായത് എന്നുള്ളത് നമുക്കറിയാം. ഒരു മതത്തിലായിരിക്കുമ്പോൾ തന്നെ മതേതരനാകുവാൻ കഴിയണം എന്ന സന്ദേശം, മതങ്ങളല്ല പ്രശ്നം, വർഗീയതയാണ് പ്രശ്നമെന്ന് കഴിഞ്ഞ കാലത്ത് നമ്മെ ഓർമ്മപ്പെടുത്തിയ സഖാവ് പിണറായി വിജയന്റെ വാക്കുകളിൽ അടങ്ങിയിട്ടുണ്ട്. ആ വാക്കുകളെ ഏറ്റെടുത്തുകൊണ്ട് അച്ഛന്മാരടക്കമുള്ള, സ്വാമിമാരടക്കമുള്ള, പുരോഹിതന്മാരടക്കമുള്ള, കേരളത്തിലെ എല്ലാ വിഭാഗങ്ങളിലും പെട്ടവർ അടക്കമുള്ള ആളുകൾ, പ്രത്യേകിച്ച് ഞാൻ പറയട്ടെ, റവറൻ ഫാദർ എന്ന ആ പ്രയോഗത്തെക്കാൾ എനിക്കിഷ്ടം സഖാവ് ഫാദർ എന്ന് പറയുന്നത് തന്നെയാണ്. കാരണം യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ എന്നെ ഗുരുവെന്ന് വിളിക്കരുത്, നിങ്ങൾ എന്നെ സ്നേഹിതൻ എന്ന് വിളിക്കണം എന്ന്. സഖാവ് എന്ന വാക്കിന്റെ അർത്ഥം സഹിത്വമുള്ളവനെന്നും മിത്രമെന്നും സ്നേഹിതൻ എന്നുമാണെങ്കിൽ, ഞങ്ങൾ അച്ഛന്മാരെ സഖാവ് എന്നെടുക്കുമ്പോൾ ഒരു സാംസ്കാരികമായ മാറ്റം നമ്മുടെ നാട്ടിൽ സംഭവിക്കും. കാരണം ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള അകലമില്ലാതെയാവുകയും നമ്മൾ ഒന്നാണെന്നുള്ള ഭാവത്തിൽ, ഏകഭാവത്തിൽ, മാനുഷികമായ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പുതിയ സാഹചര്യം പ്രത്യേകിച്ച് പത്തനംതിട്ടയിൽ ഈ വാക്കിന് പ്രസക്തി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന അച്ഛനാണ്. കണ്ണൂരിലായിരുന്നു എന്റെ 5 വർഷത്തെ വൈദിക ജീവിതം. 4 പള്ളികളിൽ ഞാൻ വികാരിത്വം അനുഷ്ഠിച്ചിട്ടുണ്ട്. കണ്ണൂരിന്റെ സാംസ്കാരിക പരിസരത്തെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. 1ാം ക്ലാസ് മുതൽ നമ്മുടെ നാട്ടിലെ പള്ളിക്കൂടത്തിൽ പഠിക്കുമ്പോൾ വടക്കൻ വീരഗാഥകൾ കേട്ട് ഞാനത് ആസ്വദിച്ചിട്ടുണ്ട്. കണ്ണൂരിന്റെ മണ്ണ് അതാണ്. പത്തനംതിട്ടക്കാര് വടക്കൻ വീരഗാഥ ആസ്വദിച്ചിട്ടേ ഉള്ളൂ. നമ്മുടെ തലം മറ്റൊന്നാണ്. ഓരോ ദേശത്തിനും പ്രാദേശികമായി പ്രത്യേകമായ പ്രത്യേകതകൾ ഉണ്ടല്ലോ. ക്രിസ്തു പറയുന്നുണ്ട്, ഈ പാറമേലാണ് ഞാൻ എന്റെ സഭയെ പണിയുന്നത് എന്ന്. നമ്മുടെ ആദരണീയനായ നേതാവിന്റെ ജന്മസ്ഥലമായ പിണറായിയിലെ പാറപ്പുറത്താണല്ലോ ഈ നാട്ടിലെ അടിസ്ഥാന വർഗത്തിന് വേണ്ടിയുള്ള ആദ്യത്തെ യോഗം നടന്നത് എന്ന് നമ്മൾ ഓർക്കുമ്പോൾ, ആ പാറപ്പുറവും ഈ പാറപ്പുറവും എന്ന് പല പാറപ്പുറങ്ങളൊന്നും ലോകത്തില്ല. ഉറപ്പ് എന്നാണ് അതിന്റെ അർത്ഥം. പിണർ എന്ന് പറഞ്ഞാൽ മിന്നൽ കൊടി, പ്രകാശത്തെ സൂചിപ്പിക്കുന്നതാണ്. ഞാൻ ഇന്നലെ നിഘണ്ടു എടുത്ത് നോക്കി, ഇതിന് മറ്റൊരു അർത്ഥമുണ്ടോ? ഉണ്ട്. പിണർ എന്ന വാക്കിന്റെ അർത്ഥം ഉറപ്പുള്ളത് എന്നാണ്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞകാല കേരളത്തിന്റെ ചരിത്രത്തിൽ കഴിഞ്ഞകാല ദിനങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നു ഒരൊറ്റ നേതാവിനെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് പല ആളുകൾ പറഞ്ഞ് തച്ച് തകർക്കാനുള്ള ശ്രമം. ഒരു നേതാവിനെ, അതും കരുത്തനായ നേതാവിനെ, കേരളം കണ്ട ഏറ്റവും ഉറപ്പുള്ള നേതാവിനെ തകർക്കുവാനുള്ള, ആ പാറയെ പൊടിച്ചു കളയാനുള്ള ശ്രമം ഏത് ഭാഗങ്ങളിൽ നിന്ന് വന്നു എന്ന്. ആ ശ്രമം എന്തുകൊണ്ടാണ്? അവർ സമരം ചെയ്യുവാൻ ശക്തിയില്ലാത്തവരായതുകൊണ്ടാണ്. സമരം എങ്ങനെയാണ് ആരംഭിച്ചത്? വയലാറിൽ നിന്നാണ്. വയലാർ എന്ന കവി, കമ്മ്യൂണിസ്റ്റ് കവിത്രയത്തിലെ ഏറ്റവും പ്രധാനിയായിട്ടുള്ള കവി പറഞ്ഞില്ലേ, മരക്കുരിശിന്റെ വിരിഞ്ഞ മാറിൽ മനുഷ്യപുത്രനെ തറച്ച് ഏൽപ്പിച്ചപ്പോൾ ഉയർന്നതില്ല പരിഭവങ്ങൾ പരിദേവനങ്ങൾ എന്ന് അദ്ദേഹം പാടിയതും മഷിയാചരിത്രത്തിന് വേണ്ടിയല്ല, വിഷവൃക്ഷം എന്ന നാടകത്തിന് വേണ്ടിയാണ് വയലാർ ആ ഗാനം എഴുതിയത്. ആ ക്രിസ്തു പാവപ്പെട്ടവന്റെ പക്ഷത്ത് നിന്നതാണെങ്കിൽ, ആ ക്രിസ്തു ദരിദ്രന്റെ പക്ഷത്ത് നിന്നതാണെങ്കിൽ, മാർക്സിസ്റ്റ് സഹയാത്രികനായിരുന്ന ബിഷപ്പ് പൗലോസ് പറഞ്ഞതുപോലെ നാളുകളിൽ കേരളം സാക്ഷിയാകാൻ പോകുന്നത് രാഷ്ട്രീയപരമായ ഒരു ആത്മീയവൽക്കരണത്തിന് വേണ്ടിയാണ് എന്ന് നിശബ്ദനായിരിക്കുവാൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്ന പുസ്തകത്തിലൂടെ അദ്ദേഹം ഓർപ്പിക്കുകയുണ്ടായി. ഞാൻ ഉൾപ്പെടുന്ന ഓർത്തഡോക്സ് സഭയിലെ പരിശുദ്ധ കാതോലിക്ക ബാവയോട് ഒരാൾ ഇന്റർവ്യൂ നടത്തിയപ്പോൾ പറയുകയാണ്, സഭയ്ക്ക് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിന് ഒരു പ്രശ്നമില്ലെന്നേ, ഇഷ്ടം പോലെ മനുഷ്യന്റെ താല്പര്യം അനുസരിച്ച് അവർ ഇടപെട്ടോട്ടെന്നേ, അതാണ് എന്റെ ഇഷ്ടമനുസരിച്ച് ആ സഭയിലെ അച്ഛനായ ഞാൻ ഇടതുപക്ഷത്ത് നിൽക്കുന്നത് എന്ന് പറയുന്നതിന് എനിക്ക് യാതൊരു കുറവുമില്ല. അന്ന് വടക്കൊരച്ഛനുണ്ടായിരുന്നു, വടക്കനച്ഛൻ ജോസഫ് അച്ഛൻ. അച്ഛൻ AKGയോടൊപ്പം സഖാവ് EMSനോടൊപ്പം കുടിയേറ്റ കർഷകരെ കുടിയിറക്കിയപ്പോൾ, സമരം നടത്തിയതിന് സഭ അദ്ദേഹത്തെ പുറത്താക്കിയപ്പോൾ തൃശൂരിലെ തേക്കിൻകാട് മൈതാനത്ത് പരസ്യമായി ബലിയർപ്പിച്ച് പ്രതിരോധിക്കുവാൻ കഴിഞ്ഞ വടക്കനച്ഛനാണ് ആ അച്ഛനെങ്കിൽ, പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റായ ഈ അച്ഛൻ തെക്കനച്ഛനാണെന്ന് വിചാരിച്ചോളൂ. ഒരു തെക്കനച്ഛന്റെ സ്വാധീനം എവിടെയുണ്ട്? ജനങ്ങളുടെ സ്വാധീനമുണ്ട്. ആ സ്വാധീനത്തിലൂടെ വരും കാലങ്ങളിൽ ശക്തനായ ഈ നേതാവിലൂടെ
സഖാവ് പിണറായിയിലൂടെ കണ്ണായ ഊരായ കണ്ണൂരിൽ നിന്ന് കേരളത്തിന്റെ ഇങ്ങോളമുള്ള സ്ഥലങ്ങളിലേക്ക് അജയ്യമായ ഒരു രാഷ്ട്രീയ തിരിച്ചുവരവിന്റെ കഥയുണ്ടാകും. ഈ നാട്ടിലെ സാമാന്യ ജനങ്ങളുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾക്ക് ഒപ്പം നിൽക്കാൻ കഴിയുന്ന അധികാര കേന്ദ്രങ്ങളിൽ എത്തിക്കഴിയുമ്പോൾ ജനസമൂഹത്തെ വിസ്മരിക്കുന്ന ആ കാലഘട്ടത്തിൽ ഒരു അറുതി ഉണ്ടാകും. കേരള രക്ഷാ മാർച്ച് എന്ന തലക്കെട്ടിലേക്ക് എത്ര സ്വീകാര്യമാണ്. കാരണം രക്ഷകൻ എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെയാണ് നമ്മൾ ഓർക്കുന്നത്. രക്ഷ എന്ന വാക്ക് സോറ്റീരിയ എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന് ആണ് വന്നിരിക്കുന്നത്. അങ്ങ് ദൂരെ പല പല സംസ്കാരങ്ങളിൽ നിന്ന് വന്ന ആ രക്ഷ എന്ന വാക്കിന് ഒരർത്ഥമുള്ളത് ഭൗതികമായ, ആത്മീയമായ, സാമൂഹികമായ ഉയർച്ചയും ഉത്കർഷവും പിന്നെ അതിന്റെ തുടർക്കാലങ്ങളിലെ പരിപോഷണവും എന്നാണെങ്കിൽ സാമൂഹിക ജീവിതത്തിൽ അടിസ്ഥാന വർഗ ജനതയെ പരിപോഷിപ്പിക്കുവാൻ ശക്തനായ കരുത്തുള്ള ഒരു നേതാവിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹത്തെ മാത്രം ഉന്നം വെച്ച് തകർക്കുവാൻ ശ്രമിക്കുന്ന വിരുദ്ധ ശക്തികളെ തച്ചുടച്ചുകൊണ്ട് ഇത്തരം ശക്തന്മാരായിട്ടുള്ള ഉറപ്പുള്ള കാരിരുമ്പിന്റെ കരുത്തുള്ള നേതാക്കന്മാർ നമുക്കുണ്ടെങ്കിൽ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് പറഞ്ഞ മാർക്സിന്റെ സിദ്ധാന്തത്തെ വീണ്ടും എടുത്ത് ചിന്തിച്ചുകൊണ്ട് കാലാകാലങ്ങളായി വർഗീയമെന്ന വിഷം നമ്മുടെ ഇടയിലേക്ക് ന്യൂനപക്ഷ ഭൂരിപക്ഷ രീതിയിൽ കൊണ്ടുവന്ന് നമ്മളെ തകർക്കാൻ ശ്രമിച്ചിട്ടുള്ള ആ മതപരമായ ഭിന്നതകളെ അകറ്റി നിർത്തുവാൻ മതേതര ശക്തിക്ക് ഉറപ്പും ബലവും പ്രദാനം ചെയ്യാൻ കഴിയുന്ന നേതാവിന് സകലവിധമായ പിന്തുണകളും അർപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് നമ്മൾ നൽകിയ പത്തനംതിട്ട എന്ന് പറയുമ്പോൾ തിട്ടമേൽ പത്തനം പണിതിരിക്കുകയാണ്. തിട്ടമേൽ പത്തനമുള്ളത് കൊണ്ടാണല്ലോ പത്തനംതിട്ട. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കാൻ പാടില്ല എന്ന് ഗിരിപ്രഭാഷണത്തിലൂടെ ക്രിസ്തു ഓർമ്മപ്പെടുത്തിയതുപോലെ നിങ്ങൾ മറഞ്ഞിരിക്കരുത് പത്തനംതിട്ടക്കാർ. ഉണർന്നു വന്നുകൊണ്ട്, ഉജ്ജ്വലരായി വന്നുകൊണ്ട്, അറിയേണ്ട കാര്യങ്ങൾ അറിയേണ്ടതുപോലെ അറിഞ്ഞുകൊണ്ട് ഈ ഭാവി കാലത്തിനു വേണ്ടി, തുടർക്കാലത്തിനു വേണ്ടി കേരളത്തിന്റെ സമസ്ത രംഗങ്ങളിലുള്ള